നമ്മുടെ വണ്ടി ഇത് അത്യാവശ്യം പണിയൊക്കെ തീർത്ത് ഏകദേശം ഓടേണ്ട പരുവത്തിലായി നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷെബി ഉണ്ടായിരുന്നത്. വണ്ടിയിലേക്ക് ഇനി ഇടേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചിടിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഷെബി ഇതാ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ടൗണിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ബീഫ് കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ കാബേജ് വറവും മുരിങ്ങയില വറവും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. എടുത്തൊക്കെ ചെയ്യാൻ വേണ്ടി ലേറ്റായി പോയി. അങ്ങനെ ഷെബി പള്ളിക്കൊക്കെ പോയി വന്ന് ഞാനും മമ്മിയും ഷെബിയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണേ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഷെബി പിന്നെ നേരെ ടൗണിലേക്ക് പോയി. ഞാനും മമ്മിയും ഒന്ന് കടന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതൊക്കെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വന്നപാട് ഞാൻ അവർക്ക് കൊടുക്കുന്നത് ഇളനീറാണ്. ഇന്ന് നമ്മുടെ മുറ്റത്തുള്ള തൈമെന്ന് കുറച്ച് തേങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ പറിച്ചതാണ് ഇളനീർ. തേങ്ങ പറിച്ചത് പറഞ്ഞാൽ രണ്ടുപേരും ചോദിക്കുന്നത് ഇളനീറിനായിരിക്കും. മിന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇളനീർ. രണ്ടുപേർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും പറയാനുണ്ടാവുക. അങ്ങനെ ഞാനിത് അവരെ കൊണ്ട് തന്നെ ഇത് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനിത് അവർക്കത് റെഡിയാക്കി കൊടുത്തു. അത് കിട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും അടിയൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുന്ന് വലുതൊക്കെ പറഞ്ഞ് രണ്ടുപേരും അടി കൂടുമായിരുന്നു. പിന്നെ ഞാനിത് വേഗം തന്നെ നമുക്ക് ചായക്കൊക്കെ വെക്കുകയാണ്. ഇന്ന് തേങ്ങ പറിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് വേഗം തന്നെ ചായ ഉണ്ടാക്കി. ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയായിരുന്നു ഞാനും മമ്മിയും ചായ കുടിച്ചത്. നമ്മുടെ നേരെ മുറ്റത്തുള്ള തൈമെന്നായിരുന്നു നമ്മൾ ഈ തേങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ആ തൈമെന്ന് ഇത്രയും തേങ്ങ കിട്ടുന്നത്. പിന്നെ മക്കൾ രണ്ടുപേരും കുളിച്ച് റെഡിയായിട്ട് വന്നു. മിന്നൂസിന് ഇതാ ഞാൻ പഴം മുറിച്ചിട്ട് കൊടുത്തു കഴിക്കാനായിട്ട്. വൈകുന്നേരം നമുക്ക് നല്ല മഴയൊക്കെ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ ഇതാ മുറ്റടിക്കുകയാണ്. മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ഷെബി ഇതാ പോർച്ചിൻ്റെ മൂലൊക്കെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ വേഗം തന്നെ അകത്ത് കയറി ഇതാ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ദീയും കൂടെ ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ഷെബിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ടൗണിൽ നിന്ന് അത്യാവശ്യം വന്നപ്പോൾ നാട്ടിലേക്ക് വന്നതായിരുന്നു. വരുമ്പോൾ ഇതാ ബർഗറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിന്നൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. വിളിച്ചും പറഞ്ഞൊന്നുമില്ല, വരുമ്പോൾ ഇതാ വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്തത്. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതാ അവർ ബർഗറൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.